ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ച് രൂപം കൊണ്ട RSSന് 100 വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ ദ ക്രിട്ടിക് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് ചിന്തകനും പ്രഭാഷകനുമായ ജെ രഘുവാണ്. RSSന്റെയും സംഘപരിവാറിന്റെയും വളർച്ചയിൽ ഗാന്ധിയന്മാർ മുതൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വരെ പങ്കുണ്ട് എന്നാണ് രഘു പറയുന്നത്. ഏവർക്കും സ്വാഗതം. RSS രൂപം കൊണ്ടതിൻ്റെ 100 വർഷം തികയുകയാണ്. അപ്പോൾ ഈ RSS രൂപീകരണത്തിൻ്റെ ഒരു നൂറ്റാണ്ടിനെക്കുറിച്ച് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും പലതരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സംവാദ വിഷയം, ചർച്ചാ വിഷയമാകുന്നത് തന്നെ 2014 BJPയും മോദിയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതുകൊണ്ടാണ്. ഇല്ലായിരുന്നുവെങ്കിൽ ഈ RSS എന്ന് പറയുന്ന സംഘടന മഹാരാഷ്ട്രയിൽ കുറച്ച് പഴയ ചിത്ഭവൻ വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണരുണ്ടാക്കിയ പെഷവാ ഭരണം പുനഃസ്ഥാപിക്കുക എന്ന പരിമിതമായ ലക്ഷ്യം മാത്രമുള്ള ഒരു സംഘടനയായിരുന്നു. കാരണം ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഈ ബ്രാഹ്മിൻസ് എന്ന് പറയുമ്പോൾ 2 തരം ബ്രാഹ്മിൻസ് ഉണ്ട്. ഒന്ന് ബൂർഷ്വാവൽക്കരിക്കപ്പെട്ട ബൂർഷ്വാ ബ്രാഹ്മിൻസും ലുംബൻ ബ്രാഹ്മിൻസും. അപ്പോൾ ലുംബൻ എന്നുള്ള പ്രയോഗം ഈ വിപ്ലവബോധമില്ലാത്ത തൊഴിലാളികളെ പറ്റി മാർക്സ് ഉപയോഗിച്ച ഒരു പ്രയോഗമാണ് ലുംബൻ പ്രോളറ്റേറിയറ്റ് എന്ന് പറയുന്നത്. തൊഴിൽ കൊണ്ട് പ്രോളറ്റേറിയറ്റ് ആണെങ്കിൽ പോലും വർഗ്ഗബോധം കൊണ്ട് അവർ പ്രോളറ്റേറിയറ്റ് അല്ല, അവർക്ക് പുരോഗമനപരമോ വിപ്ലവപരമായ സ്വഭാവമില്ല. അതുകൊണ്ട് ഇന്ത്യൻ ബ്രാഹ്മിൻസിൽ ഇപ്പോൾ ബംഗാളി ബ്രാഹ്മിൻസ് എടുത്തു കഴിഞ്ഞാൽ അവർ ബ്രിട്ടീഷുകാരുടെ ഭരണം തൊട്ട് 19ാം നൂറ്റാണ്ട് തുടക്കം മുതൽ തന്നെ ആധുനിക വിദ്യാഭ്യാസം ലഭിക്കുകയും ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ പദവികൾ എത്തിച്ചേരുകയും ചെയ്തതാണ്. എന്നാൽ ഈ RSSൻ്റെ സ്ഥാപകരായ മഹാരാഷ്ട്ര ബ്രാഹ്മണരെക്കുറിച്ച് നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു തൊഴിലും കിട്ടാനിടയില്ലാത്ത, ഒരു തൊഴിലും കിട്ടുന്നതിനാവശ്യമായ പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത മഹാരാഷ്ട്രയിലെ ഈ ലുംബൻ ബ്രാഹ്മൺ വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകൾ ചേർന്നാണ് RSS എന്ന സംഘടന ഉണ്ടാക്കുന്നത്. അവരുടെ ലക്ഷ്യം ഈ മഹാരാഷ്ട്രയ്ക്കകത്ത് സവർണ മേധാവിത്വം, പ്രത്യേകിച്ച് ബ്രാഹ്മണാധിപത്യം നേരിടുന്ന പ്രതിസന്ധിയിൽ, പ്രത്യേകിച്ചും ഈ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ദളിത് മുന്നേറ്റം കൊണ്ട് ബ്രാഹ്മണാധിപത്യത്തിനുണ്ടായ ക്ഷീണം പരിഹരിക്കുന്നതിന് വേണ്ടി സംഘടിത ശേഷിയുള്ള ഒരു സംഘടന ഉണ്ടാക്കണമെന്ന താല്പര്യത്തോടെ ഉണ്ടായ ഒരു മഹാരാഷ്ട്രീയൻ പ്രസ്ഥാനമായിരുന്നു ഒറിജിനലി RSS എന്ന് പറയുന്നത്. ഇത് പിന്നീട് ഗാന്ധി വധത്തിന് ശേഷം ഇവർക്കൊരു ഭരണഘടന വേണമെന്ന് സർദാർ പട്ടേൽ ഇൻസിസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഇവരുടെ ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ആ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷന് പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് ഉണ്ടാകുന്നത് പോലും 48-ന് ശേഷമാണ്. ഇവരുടെ ആദ്യത്തെ 48 വരെ ഇവരുടെ ശാഖകളിൽ ചൊല്ലിയിരുന്ന പ്രാർത്ഥനാ ഗാനം എന്ന് പറയുന്ന മറാത്ത ഭാഷയിലുള്ള ഗാനമായിരുന്നു. അതിനുശേഷമാണ് അത് മാറ്റി ഗോൾവാൾക്കർ വന്നപ്പോഴത്തേക്കിന് അതായത് ആ പ്രാർത്ഥനാ ഗാനം എന്ന് പറയുന്ന പിന്തിരിപ്പനായ മെഡീവൽ ഈ ബ്രാഹ്മൺ ആധിപത്യത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രതീകവൽക്കരിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗാനമായിരുന്നു. ഈ ഗോൾവാർക്കറാണ് അത് ഹിന്ദിയിലുള്ള ഒരു പുതിയ പ്രാർത്ഥനാ ഗാനമാക്കി, സംസ്കൃതത്തിലുള്ള പ്രാർത്ഥനാ ഗാനമാക്കി കുറച്ചുകൂടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ കൂടി സ്വീകാര്യമാകുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ ഗാനം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞത് 48-ന് ശേഷമാണ്. അപ്പോൾ RSS എന്ന് പറയുന്ന സംഘടന ഇന്ന് അതിൻ്റെ 100 വർഷത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സംഘടനയ്ക്ക് ഇന്ത്യയെ മൊത്തത്തിലൊരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്നോ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ഐഡിയോളജിയുടെ അടിസ്ഥാന രൂപം കൊണ്ടൊരു സംഘടനയാണ് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് വളരെ പരിമിതമായ മഹാരാഷ്ട്ര ബ്രാഹ്മണർ നേരിട്ടിരുന്ന പ്രതിസന്ധി പരിഹരിക്കുക, പ്രത്യേകിച്ചും ദളിത് അപ്രൈസിംഗ് മൂലം ബ്രാഹ്മൺ ആധിപത്യത്തിന്, മഹാരാഷ്ട്രയിലെ ലുംബൻ ബ്രാഹ്മൺ ആധിപത്യം നേരിട്ട പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പാരാമിലിറ്ററി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു മഹാരാഷ്ട്രയിൽ ഒതുങ്ങി നിന്ന ഒരു റീജിയണൽ പാരാമിലിറ്ററി മെർസിനറി ആർമി എന്ന നിലയ്ക്കാണ് ഇവരെ കാണേണ്ടത്. പിന്നീട് ഈ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പുണ്ടായ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ചില സമ്പൂർണ്ണ വിപ്ലവം ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളിൽ ജയപ്രകാശ് നാരായണൻ്റെ പബ്ലിക് ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് RSS ആണ് അതിന് പിന്നിൽ പണവും ആളുകളെയും അർത്ഥവും ആളുകളെയൊക്കെ ഒഴുക്കി വലിയ ബീഹാറിലും ഗുജറാത്തിലുമൊക്കെ വലിയ പ്രസ്ഥാനങ്ങൾ നടത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൻ്റെ രക്തസാക്ഷിത്വം ഈ RSSകാർക്കും കിട്ടി. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഈ
കുരുക്ഷേത്രം പോലുള്ള മാസികയിലാണ് CPM-ൻ്റെ പല ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നത്. EMS-ൻ്റെയൊക്കെ ലേഖനങ്ങൾ, അടിയന്തരാവസ്ഥയ്ക്കെതിരായ പല ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നവരാണ്. ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പല പ്രവർത്തനങ്ങളിലും CPM ഒരുമിച്ച് RS-ഉമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ അന്ന് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന P. സുന്ദരയ്യ രാജിവെച്ചുകൊണ്ട് അദ്ദേഹം 102 പേജുള്ള ഒരു രാജിക്കത്ത് ആണ് പാർട്ടിക്ക് കൊടുത്തത്. കാരണം അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ആണെങ്കിൽ പോലും RSS പോലുള്ള ജനസംഘം പോലുള്ള സംഘടനകളുമായി സഹകരിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു P. സുന്ദരയ്യ. പക്ഷേ അന്നത്തെ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലെയും പോളിറ്റ് ബ്യൂറോയിലെയും ഭൂരിപക്ഷ ആളുകൾ, EMS, രണദിവെ ഇതുപോലുള്ള ആൾക്കാരൊക്കെ തന്നെ ജനസംഘവുമായി സഹകരിക്കാം, RSS-മായി സഹകരിക്കാം അടിയന്തരാവസ്ഥയ്ക്ക് വിരുദ്ധ സമരത്തിൻ്റെ പേരിൽ എന്ന ഒരു നിലപാടിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അതിൽ പ്രതിഷേധിച്ച് സുന്ദരയ്യ രാജിവെച്ചു. ആ രാജിക്കത്ത് ഏറ്റവും താഴെക്കടയിലുള്ള കമ്മിറ്റിയിൽ വരെ എത്തിക്കണമെന്ന് സുന്ദരയ്യ ആ കത്തിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ CPM ആ സുന്ദരയ്യയുടെ രാജിക്കത്ത് 92 വരെ പൂർത്തിവെക്കുകയുണ്ടായത്. ഇപ്പോഴും അവർ പബ്ലിക്കായിട്ട് അത് അംഗീകരിച്ചിട്ടില്ല. 92-ലാണ് ഡൽഹിയിൽ ചില പഴയ അദ്ദേഹത്തോട് ബഹുമാനം ഉണ്ടായിരുന്ന ചില പഴയ കമ്മ്യൂണിസ്റ്റുകാർ അത് ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ സുന്ദരയ്യ പറയുന്നുണ്ട്, ഈ അടിയന്തരാവസ്ഥയുടെ പേരിൽ മാത്രമായിരുന്നില്ല ജനസംഘമായിട്ട് കൂട്ടുകെട്ടിട്ട് വെക്കാൻ CPM-നകത്ത് ഉള്ള ഒരു വിഭാഗം ശ്രമിച്ചിരുന്നത്. 1969 ആദ്യമായി ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ രൂപം കൊണ്ടപ്പോൾ പഞ്ചാബിലെ ഗവൺമെൻറ്റിൽ CPM-ഉം ജനസംഘവും പങ്കാളികളായിരുന്നു. ഈ സുന്ദരയുടെ രാജിക്കത്തിൽ പറയുന്നതാണ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ജനസംഘവുമായി ഐക്യമുണ്ടാക്കിയതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് EMS ദേശാമ്പാനിൽ എഴുതിയ ലേഖനം, മലയാളത്തിൽ എഴുതിയ ലേഖനം അദ്ദേഹത്തിൻ്റെ ഈ രാജിക്കത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ CPM-നകത്ത് അടിയന്തരാവസ്ഥയ്ക്ക് 8 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ എന്ന ഭീഷണിയുടെ യാതൊരു സൂചനയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ കോൺഗ്രസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി BJP ജനസംഘവും RSS-മായി ചേരാം എന്നുള്ള ഒരു സമീപനം, എന്നുള്ളൊരു വാദഗതി EMS-ൻ്റെയും മറ്റ് നേതൃത്വത്തിൽ രൂപം കൊണ്ടിരുന്നു എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ RSS എന്ന് പറയുന്ന സംഘടന, അവരുടെ രാഷ്ട്രീയ രൂപമായ ജനസംഘം, പിന്നീട് 80-ന് ശേഷം BJP, ഇവരോട് പ്രത്യക്ഷത്തിൽ CPM എടുക്കുന്ന വിരുദ്ധ നിലപാട് ആത്മാർത്ഥതയില്ലാത്തതാണ്, കപടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ അടിസ്ഥാന ശത്രു ഇന്ത്യയിൽ കോൺഗ്രസ്സാണ്. നെഹ്റു തൊട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി വരെയുള്ളവരാണ് CPM-ൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ശത്രു. അപ്പോൾ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ന് BJP പറയുന്ന പോലെ ഒരു കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്ന കാര്യത്തിൽ BJP-യും CPM-ഉം തമ്മിൽ ഒരേപോലെ ഐക്യമാണ്. ഇന്ന് കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് തന്നെ ഈ കേരളത്തിലെ CPM BJP-ക്കെതിരായിട്ടല്ല സമരം ചെയ്യുന്നത്, മറിച്ച് ഭാവി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സാധ്യത എത്രത്തോളം ഇല്ലാതാക്കാം എന്നതാണ് CPM-ൻ്റെയും ലക്ഷ്യം എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ 2014 തൊട്ട് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുകയും നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരുപാട് മതേതരമായ മൂല്യങ്ങളും തത്വങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുന്ന BJP ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും പ്രത്യേകിച്ചും അവർണ്ണ ജനവിഭാഗങ്ങളുടെ ഭാവിക്ക് മേൽ ഉയർത്തിയിരിക്കുന്ന ഭീഷണികളെ സംബന്ധിച്ച് വ്യാകുലരാകുന്ന ആളുകൾ ഈ സംസാരിക്കുമ്പോൾ വളരെ ഒരു തെറ്റായ ഒരു സമയം എടുക്കാറുണ്ട്. BJP എന്ന് പറയുന്നത് അല്ലെങ്കിൽ RSS ആണ് യഥാർത്ഥ ശത്രു, ഹിന്ദുയിസം ശത്രു അല്ല, ഹിന്ദുയിസത്തിൽ നിന്നാണ് RSS ഉണ്ടാകുന്നത് എന്ന് ഫണ്ടമെൻ്റൽ അംബേദ്കറൈസ്ഡ് പ്രിൻസിപ്പിൾ വിസ്മരിച്ചു കൊണ്ടുള്ള RSS വിരുദ്ധതയാണ് ഇന്ന് എല്ലാ ആളുകളും RSS-നെ എതിർക്കുന്നവരെല്ലാവരും പ്രചരിപ്പിക്കുന്നത്, എല്ലാവരും പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അംബേദ്കറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന, അംബേദ്കർ 1956 മരിക്കുന്നതിന് കുറേ നാൾ മുമ്പ് BBC-ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഗാന്ധിയും ഗാന്ധിസവുമാണ് ഇന്ത്യയിലെ അൺടച്ചബിൾസിൻ്റെ എനിമി നമ്പർ 1. RSS ആണെന്നല്ല, RSS BJP ആണെന്നല്ല. ഗാന്ധി മരിച്ചിട്ട് 78 വർഷമായി. ഇന്നും RSS-നേക്കാൾ വലിയ ഐഡിയോളജിക്കൽ ഇമേജ് എന്ന് പറയുന്നത് ഗാന്ധിയും ഗാന്ധിസവും തന്നെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളിൽ. ഈ ഗാന്ധിയിലൂടെയും ഗാന്ധിസത്തിലൂടെയുമാണ് ഈ സനാതനധർമ്മം, ഹിന്ദുയിസം എന്നൊക്കെ പറയുന്ന ആളുകൾ ആധുനിക കാലത്ത്, പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അംബേദ്കർ ജീവിച്ചിരിക്കുമ്പോൾ പോലും ഒരുപക്ഷെ അംബേദ്കറിനുണ്ടായിരുന്നതിനേക്കാൾ വലിയ ദളിത് ബഹുജൻ പിന്തുണ നേടുന്നതിൽ വളരെ വ്യാജമായ കുതന്ത്രങ്ങളിലൂടെയും കള്ളത്തരത്തിലൂടെയും ഗാന്ധി കഴിഞ്ഞത്. ഒന്ന് അദ്ദേഹം ചെയ്തത്, സൗത്ത് ആഫ്രിക്കയിൽ ഇവിടെ വന്ന് സാധാരണക്കാരനെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശരീരത്തിൻ്റെ പകുതി വസ്ത്രം
അങ്ങ് മാറ്റി. വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ സാധാരണ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ആളുകളെ പോലെ വസ്ത്രം ധരിക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യനായിട്ട് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പക്ഷേ അംബേദ്കർ അന്നും വിദേശ രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ദളിതർക്ക് പോലും ഈ ദേശീയ പ്രസ്ഥാന കാലത്ത് അല്ലെങ്കിൽ അംബേദ്കറും ഗാന്ധി ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളിൽ ഒരാളായിട്ട് കാണാൻ കഴിയുന്ന തരത്തിൽ വേഷപ്പകർച്ച കൊണ്ട് കള്ളത്തം കാണിച്ച ഒരു മനുഷ്യനാണ് ഗാന്ധി എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം അതിൽ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഈ സാധാരണക്കാരായ ആളുകളെ, നിരക്ഷരായ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി അവരുടെ മനസ്സിൽ കീഴടക്കുന്നതിന് വേണ്ടി ഗാന്ധി നടത്തിയ ഒരു ടെക്നിക്കാണത്. പക്ഷെ അത്തരം ടെക്നിക്കുകളൊന്നും അംബേദ്കർ നടത്തിയിട്ടില്ല. അംബേദ്കർ ഏറ്റവും ആധുനികമായ യൂറോപ്യൻ വസ്ത്രധാരണം കൊണ്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് അംബേദ്കർക്കുണ്ടായതിനേക്കാൾ കൂടുതൽ ജനസമ്മതിയും സ്വീകാര്യതയും ഒരുതരം ഐക്കോണിസിറ്റി നേടിയെടുക്കാൻ ഗാന്ധിയുടെ ഈ വളഞ്ഞ വഴി സഹായിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ 1921 സെൻസസിൽ പോലും നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ആളുകൾ നിങ്ങളുടെ ജാതി ഏത് എന്ന് പറയുമ്പോഴത്തേന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദളിത് വിഭാഗത്തിൽപ്പെട്ട ജാതിയാണ് ചമാർ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലെ ഭൂരിപക്ഷം അവരാണ്. അവർ ഞങ്ങളുടെ ജാതി ഏതെന്ന് ചോദിക്കുമ്പോൾ അവർ ചമാർ എന്ന് പറയും. മതം ഏതെന്ന് ചോദിക്കുമ്പോൾ ചമാർ എന്നാണ്. അവർക്ക് ഹിന്ദുസ് എന്ന് പറയുന്ന അറിയത്തില്ലായിരുന്നു. ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെയും കേരളത്തിൽ ഈഴവരും പുലയരും പറയരും നായാടികളെല്ലാം അവരുടെ ജാതിയെക്കുറിച്ചറിയാം. പക്ഷെ ഹിന്ദുയിസ് എന്ന് പറയുന്നത് ഏതോ അന്യമായ ഒരു വിശ്വാസക്രമോ അല്ലെങ്കിൽ വിശ്വാസ സംഹിതയായിട്ടാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഗാന്ധി വന്നിട്ടാണ് ഹിന്ദുയിസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ലാത്ത മുഴുവൻ ആളുകളുടെയും തദ്ദേശീയമായ മതമാണ് എന്ന ബോധം അവരിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു മനുഷ്യനാണ് ഗാന്ധി എന്നത്. അതുകൊണ്ട് ഇന്ന് ഹിന്ദുയിസത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഹിന്ദുയിസവും ജാതിയും ഉള്ളിടത്തോളം കാലം RSSും ജനസംഘവും BJPയും ഹിന്ദു മഹാസഭയും ബജറംഗും പോലുള്ള സംഘടനകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ RSSും BJPയും ദ്രവിച്ച് നശിച്ചു പോയാൽ പോലും ഹിന്ദുയിസത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പുതിയ സായുധ അർത്ഥ-ഫാസിസ്റ്റ് സംഘടന ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നാം വെട്ടിമുറിക്കേണ്ടത് ഹിന്ദുയിസത്തിൻ്റെ നാരായ വേരുകൾ തന്നെയാണ്. ഹിന്ദുയിസം എന്ന് പറയുന്ന ഈ വടവൃക്ഷത്തെയാണ് നാം വേരോടെ പിഴുതെറിയേണ്ടത്. ഹിന്ദുയിസം ഇല്ലെങ്കിൽ ജാതിയില്ല, ജാതിയില്ലെങ്കിൽ ഹിന്ദുയിസമില്ല. ഹിന്ദുയിസവും ജാതിയും പോയി കഴിഞ്ഞാൽ പിന്നെ RSSനും വിശുദ്ധ പരിഷത്തിനും ഹിന്ദു മഹാസഭയ്ക്കൊന്നും ഇന്ത്യയിൽ യാതൊരു സ്ഥാനവുമില്ല. അവർക്ക് വളരാൻ ആവശ്യമായ ഈ ഫെർട്ടൈൽ ലാൻഡ് എന്ന് പറയുന്നത് ഹിന്ദുയിസവും അവരുടെ ഋഗ്വേദം മുതലുള്ള രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ എന്ന് വേണ്ട സകല സംസ്കൃത കൃതികളിലൂടെയുമാണ് ഈ ഹിന്ദുയിസത്തിൻ്റെ വേരുകൾ ഇന്ത്യയിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഹിന്ദുയിസത്തെയും ജാതിയെയും നശിപ്പിക്കുക എന്നതാണ് ഇന്ന് RSSൻ്റെ 100ാം വാർഷികത്തിൽ RSS രൂപീകരണത്തിൻ്റെ 100ാം വാർഷികത്തെക്കുറിച്ച് പറയുന്നവർ യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് ഹിന്ദുയിസം എന്ന് പറയുന്ന ആ പോയിസണെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഹിന്ദുമുക്തമായ ഒരു ഇന്ത്യ ഉണ്ടാക്കുക എന്ന ആവശ്യമാണ് ഉന്നയിക്കേണ്ടത്. ഹിന്ദുമുക്തമായ ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ RSS മുക്തമായ ഇന്ത്യ. അപ്പോൾ RSS മുക്തവും ഹിന്ദുമുക്തവുമായ ഇന്ത്യ എന്ന് പറയുന്നത് ഗാന്ധിമുക്തമായ ഇന്ത്യയും കൂടിയാണ് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. ഇപ്പോൾ സമീപകാലത്ത് നമ്മൾ കേരളത്തിൽ കാണുന്ന ഈ സെക്യുലർ RSS വിരുദ്ധരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാഴ്ശ്രമം എന്ന് പറയുന്നത് ഗാന്ധിയെയും അംബേദ്കറെയും തമ്മിൽ സമന്വയിപ്പിക്കാനുള്ള ഒരു ഗൂഢമായ, ഇത് കോൺസ്പിററ്റോറിയലായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. ഗാന്ധിയും അംബേദ്കർ എന്ന് പറയുന്നത് ഒരു കാരണവശാൽ യോജിക്കാനോ പരസ്പര പൂരകമാകാനോ കഴിയാത്തവരുടെ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് ഐഡിയോളജികളുടെ, ഒന്ന് സനാതനധർമ്മത്തിൻ്റെയും, ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രതീകമാണെങ്കിൽ സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും എഴുതുകയും ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത അനൈഹിലേഷൻ ഓഫ് കാസ്റ്റിൽ വിശ്വസിച്ചിരുന്ന, ജാതി നിർമ്മാർജ്ജനമാണ് തൻ്റെ അജണ്ട എന്ന് പറഞ്ഞിരുന്ന, സനാതനധർമ്മത്തെ നശിപ്പിക്കലാണ് തൻ്റെ ജീവിത ലക്ഷ്യവും തൻ്റെ രചനാ ലക്ഷ്യവും എന്ന് പറഞ്ഞ അംബേദ്കറും തമ്മിൽ രണ്ട് പോളാർ ഓപ്പോസിറ്റുകളാണ്. ഇവ പരസ്പരം എക്സ്ട്രീം ഓപ്പോസിറ്റുകളായതുകൊണ്ട് തന്നെ ഈ ഓപ്പോസിറ്റുകൾക്കിടയ്ക്ക് യാതൊരു തരത്തിലുള്ള റിക്കൺസിലിയേഷനും മീഡിയേഷനും പോസിബിളല്ല. അവരെ സമന്വയിപ്പിക്കാനോ പരസ്പര പൂരകമാക്കാനോ ഒരു കാരണവശാലും സാധ്യമല്ല. അങ്ങനെ ഒരു കാരണവശാലും പരസ്പര പൂരകമാകാൻ സാധ്യതയില്ലാത്ത രണ്ട് പ്രതീകങ്ങളെ, രണ്ട് വ്യക്തിത്വങ്ങളെ ഈ കപടമായൊരു ഐഡിയോളജിയുടെ പേരിൽ സമന്വയിപ്പിക്കാൻ കേരളത്തിൽ നടത്തുന്ന ശ്രമം യഥാർത്ഥത്തിൽ അംബേദ്കറെ ഗാന്ധി എന്ന് പറയുന്ന വലിയ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിഴലാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. കാരണം സമന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ലോകം മുഴുവൻ ഇത് പ്രചാരം കിട്ടിയിരിക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് സമന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനിലേക്ക് എൻകംപാസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താ അംബേദ്കറിനെ ഡിഫ്യൂസ് ചെയ്യാനുള്ള ഒരു സവർണ
കോൺസ്പിറസിയുടെ ഭാഗമാണ് ഈ ഗാന്ധി അംബേദ്കർ സമന്വയവാദം എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി RSSും BJPയും അവരുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ജനാധിപത്യത്തിനും ദളിത് ജനതയ്ക്കും മൊത്തത്തിൽ അവർണ ജനതയ്ക്കും എന്ന് വെച്ചാൽ ലോവർ കാസ്റ്റ് മെജോറിറ്റിയുടെ ഫ്രീഡത്തിനും ഈക്വാളിറ്റിക്കും എതിരായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വെല്ലുവിളികളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ RSSും ഗാന്ധിയും തമ്മിലുള്ള ബന്ധം കൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ 1925 RSS രൂപം കൊള്ളുമ്പോൾ ഈ മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ മാത്രമാണ് അവർക്ക് ആദ്യം പേരുകളുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് വളരെ പെട്ടെന്നാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശാഖകളായി മാറുകയും ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ള RSSൻ്റെ പ്രത്യയശാസ്ത്ര പദ്ധതിക്ക് വൻതോതിൽ ജനസ്വീകാര്യത ലഭിക്കുകയും ചെയ്തതിന് കാരണം ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് സനാതന ഹിന്ദു എന്നുള്ള ആശയത്തിന് ഗാന്ധിയിലൂടെ കിട്ടിയ വൻ ജനസ്വീകാര്യതയാണ് നാം മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ RSSൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫലഭൂയിഷ്ടമായ മണ്ണ് ഉണ്ടാക്കിയത് ഗാന്ധിയും ഗാന്ധിസവുമാണ് എന്നും ഇത് വിസ്മരിച്ചുകൊണ്ട് RSSനെ മാത്രം വേർതിരിച്ചെടുത്ത് ആക്രമിക്കുക എന്ന് പറയുന്നത് RSSൻ്റെ തന്നെ ഈ RSSനെ വളർത്തുന്ന അടിസ്ഥാന ഫലഭൂയിഷ്ഠ ഫെർട്ടൈൽ ലാൻഡായ ഹിന്ദുയിസത്തെയും ഗാന്ധിസത്തെയും നാം കുറ്റവിബദ്ധമാക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ RSSൻ്റെ വിപത്ത് എന്ന് പറയുന്നത് ഗാന്ധിയും ഗാന്ധിസവും ഉയർത്തുന്ന വിപത്താണ്. ഹിന്ദുയിസവും സനാതന ധർമ്മവും അവരുടെ സംസ്കൃത സാഹിത്യ ഈ കോംപ്ലക്സും ഉയർത്തുന്ന വിപത്താണ്. അപ്പോൾ ഇന്ത്യയെ പൂർണ്ണമായും വൈദിക മുക്തമാക്കുക, പൂർണ്ണമായും രാമായണ മുക്തമാക്കുക, പൂർണ്ണമായും മഹാഭാരത മുക്തമാക്കുക എന്ന വളരെ ദൂരവ്യാപകമായ ഒരു പ്രത്യയശാസ്ത്ര പ്രോജക്റ്റിന് മാത്രമേ ഈ ഇമ്മീഡിയറ്റായ RSSൻ്റെ ഭീഷണി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.